നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കത്തില് എന്തെഴുതി വെച്ചെന്ന് നീ പറഞ്ഞേ? എല്ലാം എന്ന് വെച്ചാ പപ്പി പപ്പി എന്റെ മകളല്ലെന്ന്. കുഞ്ഞേച്ചിയാണ് പപ്പിയെ സത്യം പ്രസവിച്ചതെന്ന്. ഞാൻ വെറും ഒറ്റമ്മയാണെന്ന്. അത് കുഞ്ഞേച്ചി ഞാനെല്ലാം എഴുതി വെച്ചു. ശ്യാമ, ഈശ്വര, എടി ആ കത്തെവിടെ? എടി, അതാർക്കെങ്കിലും കിട്ടിയോ? പറയാൻ കിട്ടിയോ? എനിക്ക് അറിയില്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോ ഞാൻ വച്ചെടുത്ത ആ കത്തില്ല. ഈശ്വര, എടി ക്ഷമ, നീ എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നെ? ഈശ്വര, ആ കത്തെങ്ങനെ സത്യമ്മയുടെ കൈ കിട്ടിയാൽ എന്താ അവസ്ഥയെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി രോഹിത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലോ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ എന്താ സംഭവിക്കുന്നെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഞാൻ എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്തത്? അതിന് നീ ഒരു വിലയും കൽപ്പിച്ചില്ല എന്ന് ഓർക്കുമ്പോ മനസ്സ് കലങ്ങി പോവാ. അത് കുഞ്ഞേച്ചി, ഈ ചെയ്തതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഉള്ളൊരു മടുപ്പില്ലേ? എനിക്കിപ്പോ എന്റെ ജീവിതത്തോട് തോന്നുന്നതും അതാ. ഒരുതരം മരവിപ്പ്. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി എന്നോട് ക്ഷമിക്കണം കുഞ്ഞേച്ചി. ഒരു പൊട്ടത്തരം ഞാൻ കാണിച്ചു പോയി. അതിന് കുഞ്ഞേച്ചിയുടെ കാൽ വീട് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ കുഞ്ഞേച്ചി. ക്ഷമേ, എന്തായി കാണിക്കുന്നെ? എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്തായി ചെയ്യുന്ന? എനിക്ക് എന്റെ കുഞ്ഞേച്ചി സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല. ക്ഷമ, ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ആ കത്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോന്ന് അറിയണം. ഇല്ലെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോന്ന് അറിയണം. ഇനിയിപ്പോ അത് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്നൊന്ന് കണ്ടെത്തി നശിപ്പിക്കേ. കാരണം അതാരുടെ കൈ കിട്ടിയാലും അപകടമാ. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കം ഇൻ. മാഡം, ഒരു ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാനുണ്ട്. ക്ഷമേ, നീ സമയം കളയണ്ട. പോയിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാം. എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ശരി ശരി കുഞ്ഞേച്ചി. അതെ, കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അത് കണ്ടുപിടിച്ച് കീറിക്കളയണം. ഇല്ലെങ്കിൽ കുഴപ്പമോ എല്ലാവർക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.